ഹലോ മക്കളെ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഔർ ഗവൺമെൻറ്, നമ്മുടെ ഗവൺമെൻറ് എന്ന ടോപ്പിക്കാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഗവൺമെൻറ് എന്ന വാക്കിനെ പലരും പല വിധത്തിൽ നിർവചിച്ചിട്ടുണ്ട്. ജനങ്ങൾ അവരാൽ തിരഞ്ഞെടുക്കുന്ന ഭരണാധികാരികളാൽ ഭരിക്കപ്പെടുന്നതിനെയാണ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗവൺമെൻറ്റിന് 3 ഓർഗൻസ് ആണുള്ളത്. അതായത് 3 വിഭാഗങ്ങളാണ് ഗവൺമെൻറ് ഭരണത്തിനായിട്ട് ഉള്ളത്. നമുക്കപ്പോൾ ഓർഗൻസ് ഓഫ് ഗവൺമെൻറ് ഏതെല്ലാമാണെന്ന് നോക്കാം. 1. ലെജിസ്ലേച്ചർ മേക്സ് ദ ലോ. അപ്പോൾ ഒന്നാമത്തെ ഓർഗനാണ് ലെജിസ്ലേച്ചർ, നിയമനിർമ്മാണ സഭ. നിയമങ്ങൾ നിർമ്മിക്കുക എന്നതാണ് അവരുടെ ധർമ്മം. രണ്ടാമത്തേതാണ് എക്സിക്യൂട്ടീവ്, ഇംപ്ലിമെൻറ്റ്സ് ദ ലോ. ലെജിസ്ലേച്ചർ നിർമ്മിക്കുന്ന നിയമങ്ങൾ നടപ്പിൽ വരുത്തുക എന്നതാണ് എക്സിക്യൂട്ടീവിൻ്റെ ധർമ്മം. മൂന്നാമത്തേത് ജുഡീഷ്യറിയാണ്, നീതിന്യായ വിഭാഗം. ദേ വെയർ ഇംപ്ലിമെൻറ്റ്സ് ദ ലോ. അതായത് ലെജിസ്ലേച്ചർ നിയമങ്ങൾ നിർമ്മിക്കുന്നു, കാര്യനിർവഹണ വിഭാഗം അത് നടപ്പിൽ വരുത്തുന്നു. അപ്പോൾ അതിനിടയിൽ എന്തെങ്കിലും നിയമങ്ങൾ വ്യാഖ്യാനിക്കേണ്ടി വന്നാൽ അത് ചെയ്യലാണ് ആരുടെ പണി? ജുഡീഷ്യറിയുടെ പണി. ഇനി നമുക്ക് ഇന്ത്യയിലെ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്നതിനെ പറ്റി നോക്കാം. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഫസ്റ്റ് ഓർഗനാണ് ലെജിസ്ലേച്ചർ. അതിൽ പ്രസിഡൻറ്റ്, ലോക്സഭ, രാജ്യസഭ എന്നിവയാണ് ഉൾപ്പെടുന്നത്. ഇന്ത്യൻ നിയമനിർമ്മാണ സഭയിൽ 2 സഭകൾ ഉള്ളതുകൊണ്ട് തന്നെ ഇതിനെ ബൈക്യാമൽ ലെജിസ്ലേച്ചർ എന്നാണ് വിളിക്കുന്നത്. ഇന്ത്യൻ ലെജിസ്ലേച്ചറിനെ വിശേഷിപ്പിക്കുന്ന പേരാണ് പാർലമെൻറ്റ്. എന്താണ്? പാർലമെൻറ്റ് എന്നതാണ് ഇന്ത്യൻ ലെജിസ്ലേച്ചറിൻ്റെ നാമം. ലോക്സഭയെക്കുറിച്ചും രാജ്യസഭയെക്കുറിച്ചും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ലെജിസ്ലേച്ചറിൻ്റെ അപ്പർ ഹൗസായി സൂചിപ്പിക്കുന്നത് രാജ്യസഭയെയാണ്. 250 മെമ്പേഴ്സാണ് രാജ്യസഭയിലുള്ളത്. രാജ്യസഭയെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നും പറയുന്നു. അപ്പോൾ അത് പഠിക്കുമ്പോൾ എന്താണ്? രാജ്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുറേ സ്റ്റേറ്റുകൾ ഉണ്ട്. അപ്പോൾ എന്താണ്? കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ആണ് രാജ്യസഭ. രാജ്യസഭ ഒരു പെർമനൻ്റ് ഹൗസാണ്. കാരണം രാജ്യസഭയിൽ എപ്പോഴും അംഗങ്ങൾ ഉണ്ടായിരിക്കും. വൈസ് പ്രസിഡൻ്റാണ് രാജ്യസഭയിലെ മീറ്റിങ്ങുകൾക്ക് അധ്യക്ഷത വഹിക്കുന്നത്. ഇനി നമുക്ക് ലോക്സഭ നോക്കാം. ലോക്സഭ പാർലമെൻറ്റിൻ്റെ ലോവർ ഹൗസാണ്. 545 അംഗങ്ങളാണ് ലോക്സഭയിൽ ഉള്ളത്. ലോക്സഭയെ വിളിക്കുന്നത് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് എന്നാണ്. ഇവിടുത്തെ മെമ്പേഴ്സ് 5 വർഷ കാലയളവിലേക്കാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഇവിടുത്തെ മീറ്റിങ്ങുകൾ അധ്യക്ഷത വഹിക്കുന്നത് സ്പീക്കറാണ്. ഇനി നമുക്ക് ഫങ്ഷൻസ് ഓഫ് പാർലമെൻറ്റ് നോക്കാം. പാർലമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ. ഒന്നാമത്തേത് ലെജിസ്ലേഷൻ ആണ്. ലെജിസ്ലേഷൻ എന്നാൽ നിയമങ്ങളുടെ നിർമ്മാണം. ഇതാണ് പാർലമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ധർമ്മം. ഒരു നിയമത്തിൻ്റെ ഡ്രാഫ്റ്റ് ഫോം, അതായത് ഒരു റഫ് കോപ്പി പോലെ ആദ്യം നിർമ്മിക്കും. അതിനെയാണ് ബിൽ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ബില്ലൊരു നിയമമായി മാറുന്നത് എന്ന് നമുക്ക് നോക്കാം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു ബില്ല് അതിൻ്റെ പൂർണ്ണരൂപമായ നിയമമായി മാറുന്നതിനുള്ള ആ ഒരു സ്റ്റേജസ് ആണ്. അപ്പോൾ ആദ്യത്തേത് ബില്ല് അത് ഫസ്റ്റ് ഹൗസിൽ ചെല്ലുന്നു. ഫസ്റ്റ് റീഡിംഗ്, സെക്കൻഡ് റീഡിംഗ്, തേർഡ് റീഡിംഗ് എന്നിവ നടക്കുന്നു. അപ്പോൾ ആദ്യം ഏത് ഹൗസിലാണോ ആ ബില്ല് അവതരിപ്പിക്കുന്നത് ആ ഹൗസിൽ ഒന്നാമത്തെ വായനയിൽ ആ ബില്ലിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. രണ്ടാം വായനയിൽ ബില്ലിലുള്ള ഓരോ ആർട്ടിക്കിളുകളും കൃത്യമായിട്ട് പരിശോധിക്കുന്നു. മൂന്നാം വായനയിൽ ആ ബില്ല് അംഗീകരിക്കണമോ വേണ്ടയോ എന്ന് അവിടുത്തെ അംഗങ്ങൾ തീരുമാനിക്കുന്നു. അവിടെ എല്ലാ അംഗങ്ങളും ഒരുപോലെ അംഗീകരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭൂരിപക്ഷം അംഗീകാരം ലഭിച്ചു കഴിഞ്ഞാൽ അത് അടുത്ത സഭയിലേക്ക് വിടുന്നു. അവിടെയും ഒന്നാം വായന, രണ്ടാം വായന, മൂന്നാം വായന എന്നീ ഘട്ടങ്ങൾ നടക്കുന്നു. ശേഷം അവിടത്തെയും അംഗങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് പ്രസിഡൻറ്റിൻ്റെ ഒപ്പിനായി സമർപ്പിക്കപ്പെടുന്നു. പ്രസിഡൻറ്റ് ഒപ്പ് വയ്ക്കപ്പെടുന്നതോടുകൂടിയിട്ട് ആ ഒരു ബില്ല് നിയമമായിട്ട് മാറുന്നു. അപ്പോൾ പ്രൈമറി ഫങ്ഷൻസ് ഓഫ് ദ പാർലമെൻറ്റ് എന്ന് വെച്ചാൽ നിയമനിർമ്മാണം, ലെജിസ്ലേഷൻ ആണ്. അടുത്തതാണ് കൺട്രോൾ ഓവർ എക്സിക്യൂട്ടീവ്.
കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുക. നെക്സ്റ്റ്, ഇലക്ടോറൽ ഫങ്ഷൻസ്, ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ. 4, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ്, അതായത് ഭരണഘടന കുറേ നാൾക്ക് മുമ്പ് രൂപപ്പെടുത്തിയെടുത്തതാണ്. അന്നത്തെ സാഹചര്യങ്ങൾ പോലെയല്ല ഇപ്പോഴുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. ഇത്തരത്തിലുള്ള ഭേദഗതി ചെയ്യാനുള്ള അവകാശം പാർലമെൻറ്റിനുണ്ട്. അതും പാർലമെൻറ്റിൻ്റെ ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ ഒന്നാമത്തെ ഓർഗനെ പറ്റി കഴിഞ്ഞു. ഇനി രണ്ടാമത്തേത് എക്സിക്യൂട്ടീവ്, കാര്യനിർവഹണ വിഭാഗം. കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, പ്രൈം മിനിസ്റ്റർ, യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, ബ്യൂറോക്രസി എന്നിവയാണ്. അപ്പോൾ ഇതിലുൾപ്പെടുന്നത് പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, പ്രധാനമന്ത്രി, ക്യാബിനറ്റ് കമ്മിറ്റി, അതിലുള്ള മന്ത്രിമാർ, കൂടാതെ ഉദ്യോഗസ്ഥർ, IAS, IPS പോലുള്ള ഉദ്യോഗസ്ഥർ. ഇവരൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ലെജിസ്ലേച്ചർ നിർമ്മിക്കുന്ന നിയമങ്ങൾ നടപ്പിൽ വരുത്തുവാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ മൂന്നാമത്തെ ഓർഗനായ ജുഡീഷ്യറിയിൽ ഉൾപ്പെടുന്നത് സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, സബോർഡിനേറ്റ് കോർട്ട് എന്നിവയാണ്. ഇന്ത്യയിലെ ഏറ്റവും അപ്പെക്സ് ആയിട്ടുള്ള കോർട്ട് സുപ്രീം കോടതിയാണ്. രാജ്യത്തിനെ മൊത്തം ബാധിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് സുപ്രീം കോടതിയാണ്. ഇന്ത്യയിലെ എല്ലാ ജനങ്ങളെയും തുല്യരായി കണ്ട് നീതി നടപ്പിലാക്കുക എന്നതാണ് ജുഡീഷ്യറിയുടെ കർത്തവ്യം. കോടതികൾ കൈകാര്യം ചെയ്യുന്ന കേസുകൾ നമുക്കെല്ലാവർക്കും തന്നെ പരിചിതമാണ്. അവയിൽ ചിലതാണ് മൗലികാവകാശങ്ങൾ ലംഘിച്ചതുകൊണ്ടുള്ളവ, അതായത് കേസസ് റിലേറ്റിംഗ് ടു വയലേഷൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. കൂടാതെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ആ കേസുകൾ കേസസ് ദാറ്റ് അറൈസ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്റ്സ്. പിന്നെ അടുത്ത ഒരെണ്ണം നോക്കാം, ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ഗവൺമെൻറ്. ചിലപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനിടയിൽ തന്നെയുള്ള തർക്കങ്ങളുമായിരിക്കാം. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നീതിന്യായ വിഭാഗം ഇടപെടുന്ന മേഖലകൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവർ ഗവൺമെൻറ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യണേ. Thank you for watching.